ഒരു പ്രേക്ഷകൻ റെഡിയായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൗദിയിൽ നിന്നാണ് സജീവ് കുമാർ എന്നാണ് പേര്. സജീവ് ചേട്ടാ നമസ്കാരം. സജീവ് ഏട്ടാ ഹായ്. നമസ്കാരമുണ്ട്. സജീവ് ഏട്ടാ സൗദിയിൽ എവിടെയാണ്? സൗദിയിലെ ദമാമിലാണ്. ആഹാ, നാട്ടിലെവിടെയാ? നാട്ടിലെ ആലുവ. ആലുവ. ഓ ആഹാ, ഓക്കെ. നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ തൊട്ട് അടുത്താണ്, അടുത്താണ്. ചേട്ടാ സൗദിയിലെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഒരു മെറ്റൽ ഫാക്ടറിയിലാണ്, ഫാബ്രിക്കേഷൻ. ഓക്കെ. അവിടെ തനിച്ചാണോ താമസം, അല്ല ഫാമിലി ഉണ്ടോ, അല്ല സുഹൃത്തുക്കളൊപ്പമാണോ? സുഹൃത്തുക്കളൊപ്പമാണ്. ചേട്ടാ ഇപ്പൊ സൗദി അറേബ്യ പണ്ടത്തെ പോലെ നല്ല ഒരുപാട് മാറിയല്ലോ. ചേട്ടൻ സൗദി ഇപ്പൊ എത്തിയിട്ട് എത്ര നാളായി? ഞാനൊരു 10-12 വർഷമായി. ഓക്കെ. അപ്പൊ എങ്ങനെയാ സൗദി ഒക്കെ ഇപ്പോഴും ഇഷ്ടപ്പെട്ട് തന്നെയാണോ അവിടെ നിൽക്കുന്നത്? സാധാരണ സൗദിയിൽ പോകുന്നവർക്ക് സൗദി ഒരു ബുദ്ധിമുട്ടായിരുന്നു പണ്ടൊക്കെ, മറ്റ് അറബ് കൺട്രീസ് പോലെ അല്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, മാറ്റമൊക്കെ എങ്ങനെയുണ്ട് സൗദിയിലെ? മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ അത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മാറ്റങ്ങൾ വരുമ്പോ? അത് കുഴപ്പമില്ല. അത് സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്യാം, അടിച്ചു പൊളിക്കേണ്ടവർക്ക് അടിച്ചു പൊളിക്കാം. സജേട്ടാ എന്ത് കഴിച്ചു? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിഞ്ഞു. ഫുട്ബോൾ പ്രേമിയാണോ? ഫുട്ബോള് അത്രയില്ല, ക്രിക്കറ്റ് ആണ് മെയിൻ ആയിട്ട്. പ്രത്യേകിച്ച് സൗദിക്ക് ഇപ്പൊ ഒരുപാട് ടീമൊക്കെ ഉണ്ടല്ലേ. അതെ. അപ്പൊ സൗദിയിൽ നമ്മുടെ റൊണാൾഡോ ഒക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള ടീമുകൾ. ഒക്കെ ഉണ്ട് ഗൾഫ് മേഖലയിലൊക്കെ. യെസ്. അപ്പൊ നാട്ടിലേക്ക് ഇനി എപ്പോഴാ വരിക? ഞാൻ നാട്ടിലിപ്പോ വന്ന് ഫെബ്രുവരിയിൽ വന്നിരുന്നു. വിഷുവിന്റെ പിറ്റേ ദിവസമാണ് തിരിച്ചു വന്നത്. അയ്യോ, വിഷു കൂടാൻ പറ്റില്ല ഇവിടെ. വിഷു ആഘോഷിച്ചു പക്ഷേ. ഓക്കെ. സൗദിയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവാറുണ്ടോ, അതോ ജോലി വീട് അങ്ങനെയാണോ? പോവാറുണ്ട്, ഹോളിഡേയ്സിനൊക്കെ പോവാറുണ്ട്. പിന്നെ 5 days ആണ് വർക്കിംഗ്. ഫ്രൈഡേ സാറ്റർഡേ. നമ്മുടെ ഷോ കാണാറുണ്ടല്ലോ അല്ലേ? ഇപ്പോ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു. ഓക്കെ. എന്താണ്? പറയൂ. അത് വായിച്ചിരുന്നു. ആഹാ, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. ഒരുപാട് പേരുടെ മെസ്സേജ് വായിക്കുന്നുണ്ടാണ്. സോറി ചേട്ടാ. ഫ്രണ്ട്സും കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവരുടെ ഹായ് പറയൂ, അന്വേഷണം പറയൂ. ഇതാ ചേട്ടന്റെ ഫാമിലിയൊക്കെ ഒരു പക്ഷെ കാണുന്നുണ്ടാവും നമ്മുടെ ലൈവായിട്ട്. അപ്പൊ അറിയുന്നവരൊക്കെ കാണുന്നുണ്ടാവും. അതെ. അപ്പൊ അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞേക്കൂ. തീർച്ചയായും. ഒരുപാട് സന്തോഷം ചേട്ടാ. ഇനിയും കാണാം, ഇനിയും അഭിപ്രായം അറിയിക്കണം. ബൈ, ഗുഡ് നൈറ്റ്.